കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ? സോ ഒന്നാമത്തെ പ്രോബ്ലം, ഇങ്ങനൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദി കറണ്ട് ഐ ഫ്ലോയിങ് ത്രൂ ദി 6 ഓം റെസിസ്റ്റർ. ആ 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിത് എങ്ങനെ ചെയ്യും? നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം പഠിച്ച് പറഞ്ഞിരുന്നു, ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് ഒന്നിൽ കൂടുതൽ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെ, പവർ സോഴ്സുകൾ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ രണ്ടുണ്ട്. അപ്പം ഇവിടെ ഒന്നാമത്തെ സോഴ്സ് ഇതാണ്, രണ്ടാമത്തെ സോഴ്സ് ഇതാണ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരെണ്ണം നിലനിർത്തിയിട്ട് മറ്റേത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് വേണ്ട പാരാമീറ്റർ കണ്ടുപിടിക്കുക. ദെൻ അടുത്ത തവണ ആ രണ്ടാമത്തത് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് അത് വെച്ചിട്ടുള്ള കണ്ടുപിടിക്കുക. ആദ്യം ഓൺ ചെയ്തത് അത് ഓഫ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ ഇവിടെ 20 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ 12 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് വോൾട്ടേജ് സോഴ്സും ആണ് ഈ സർക്യൂട്ടിൽ ആക്ട് ചെയ്യുന്നത്. സോ ഇത് രണ്ടും ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ പോകുന്ന കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാം, ഈ 20 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സ് മാത്രം നമ്മൾ ഇവിടെ നിർത്തും, എന്നിട്ട് 12 വോൾട്ടിന്റെ ഓഫ് ചെയ്തിടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പം സ്റ്റെപ്പ് 1 ചെയ്യാം. സ്റ്റെപ്പ് 1 ആയിട്ട് എന്ത് ചെയ്യും? 20 വോൾട്ട് സോഴ്സ് മാത്രം എന്ത് ചെയ്യും? നിർത്തും. 20 വോൾട്ട് സോഴ്സ്. സോ അതിനെ നമ്മളൊന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ 20 വോൾട്ട് സോഴ്സ് ഉണ്ട്, പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്തു. ആ റെസിസ്റ്റർ വരച്ചു, ഈ റെസിസ്റ്റർ വരച്ചു. ഇനി ഈ വോൾട്ടേജ് സോഴ്സ് 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട്, അതായത് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സോ അവിടെ നമുക്ക് നേരെ ഒരു വയർ വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇവിടെ 10 ഓം റെസിസ്റ്റർ ഉണ്ട്, 4 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 6 ഓം റെസിസ്റ്റർ ഉണ്ട്. സോ 20 വോൾട്ട് സപ്ലൈ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 വോൾട്ട് സപ്ലൈ മാത്രമാണ് ഇവിടെ ഈ സർക്യൂട്ടിൽ ഇപ്പം ചെയ്യുന്നത്. ആ സമയത്ത് ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ഡാഷ് എന്ന് കൊടുക്കണം, ഐ ഡാഷ്. സോ നമുക്ക് മെയിൻ സർക്യൂട്ടിൽ എങ്ങനെയാ? ഐ ആണ് ഉള്ളത്, ഈ 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഈ 20 വോൾട്ട് സപ്ലൈ മാത്രം ഉള്ള സമയത്ത് നമ്മൾ ജസ്റ്റ് അതിന് പേര് കൊടുത്തു ഐ ഡാഷ്. ഐ ഡാഷ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സോ നമുക്ക് ആദ്യം ഐ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സീരീസ് പാരലൽ സർക്യൂട്ടുകളൊക്കെ നമ്മൾ നോക്കി, സീരീസ് വന്നാൽ എങ്ങനെ ചെയ്യണം, പാരലൽ വന്നാൽ എങ്ങനെ ചെയ്യണം, സീരീസും പാരലും ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു മുമ്പത്തെ ക്ലാസ്സുകളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ് സീരീസ്, ഏതൊക്കെയാണ് പാരലൽ? നമ്മളൊരു സീരീസ് പാരലൽ കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം പാരലൽ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, പാരലൽ സർക്യൂട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നോക്കൂ, ഈ 6 ഓമിന്റെ റെസിസ്റ്ററും ഈ 4 ഓമിന്റെ റെസിസ്റ്ററും തമ്മിൽ പാരലൽ കണക്ഷൻ അല്ലേ? ഇതിന്റെ പോയിന്റുകൾ നോക്കൂ, രണ്ട് സൈഡും എന്താണ്? അതിന്റെ ഓരോ സെയിം സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പാരലൽ കണക്ഷൻ ആണ്. അപ്പം അതൊന്ന് എടുത്ത് നോക്കിയാലോ? അത് വേണമെങ്കിൽ പേര് കൊടുക്കാം അല്ലെ, R1, R2, R3. സോ ഇവിടെ R2ഉം പാരലൽ ടു R3 ആണ്. അതെങ്ങനെ നമുക്ക് വരയ്ക്കാന്ന് വെച്ചാൽ, ഈ ഒരു റെസിസ്റ്ററും, അതായത് 6 റെസിസ്റ്ററും എന്ത് ചെയ്യണ്? 4 ഓം റെസിസ്റ്റർ എന്താണ്? പാരലൽ ആണ്. ഇങ്ങനെയാണ് വരിക ആ കണക്ഷൻ. ഇനി ഇവിടെ 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? അതിന് ചെയ്യാനുള്ള നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പം R1ഉം R2 ആണ് 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു പാരലൽ പഠിച്ച സമയത്ത്. സോ നമുക്ക് ഇവിടെ അത് കൺസിഡർ ചെയ്യാം. എന്താണ്? R1ന് പകരം നമുക്ക് ഇവിടെ 6 എന്ന് കൊടുക്കാം, ഇൻറ്റു R2ന് പകരം നമുക്ക് ഇവിടെ 4 എന്ന് കൊടുക്കാം, ബൈ 6 പ്ലസ് 4. സോ 6×4 24 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 24 ബൈ 10 2.4 ഓം എന്ന് വരും. കിട്ടിയോ? 2.4 ഓം എന്ന് വരും. അതായത് ഈ രണ്ട് റെസിസ്റ്ററുകൾ തമ്മിൽ
പാരലൽ ആണ്. അപ്പൊ ആ പാരലൽ ചെയ്ത റെസിസ്റ്റർ തമ്മിൽ നമ്മൾ ചെയ്ത സമയത്ത് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2.4 ഓം എന്ന് കിട്ടി. ഇനി അതിനെ നമ്മൾ ഈ സർക്യൂട്ട് മൊത്തത്തിൽ ഒന്ന് മാറ്റി വരയ്ക്കുക. അപ്പം എന്ത് ചെയ്യും? വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ട്, പ്ലസ് മൈനസ്. ഇനി ഈ 10 ഓമിന്റെ റെസിസ്റ്റർ, ഈ 10 ഓം റെസിസ്റ്റർ മാറിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ഈ 6ഉം 4ഉം പാരലൽ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഒരൊറ്റ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. അപ്പം 20 വോൾട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ 10 ഓം ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ R2 പാരലൽ R3 ചെയ്ത് കിട്ടിയ എന്താണ്? 2.4 ഓം എന്ന് കിട്ടും. ഇത് R1 എന്ന് എടുക്കാം. സോ ഇതിലൂടെയുള്ള കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഐ ഡാഷ്. അല്ല, ഇത് കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ? കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഐ, ടോട്ടൽ കറണ്ട്. ഇനി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കാം, ഈ R1ഉം ഈ R2 പാരലൽ R3 എന്ന് പറഞ്ഞ ഈ റെസിസ്റ്ററും എന്താണ്? സീരീസ് ആണ്. കാരണം ഒരൊറ്റ പാത്താണ് അല്ലെ? കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഒരൊറ്റ പാത്താണ്. അപ്പൊ ഇത് സീരീസ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? R1 പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R1 പ്ലസ് R2 പാരലൽ R3. R1 10 ആണ്, പ്ലസ് R2 പാരലൽ R3ന്റെ വാല്യൂ 2.4 ആണ്. 2.4 ആണ്. സോ നമുക്ക് കിട്ടുക എന്താണ്? 10 പ്ലസ് 2 12.4 എന്ന് കിട്ടും. സോ വീണ്ടും അതിന്റെ സർക്യൂട്ട് നമ്മൾ ജസ്റ്റ് മാറ്റി വരച്ചു. വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ട്. എന്തായി? ഒരു ഒറ്റ റെസിസ്റ്റർ ആയിട്ട് മാറി. എന്ത്? 12.4 ഓം എന്ന് പറഞ്ഞ ഒറ്റ റെസിസ്റ്റർ ആയിട്ട് മാറി. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ 20 വോൾട്ടും ഉണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചൂടെ? ഓംസ് ലോ പ്രകാരം ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു എന്താ? വി ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ വി നമുക്കറിയാം 20 വോൾട്ട് ആണ്, ആർ 12.4 ആണ്. സോ എന്ത് കിട്ടും? 20/12 ചെയ്യുന്ന സമയത്ത് എന്ത് വരും നോക്കാം. 20/12 20 ഹരിക്കണം 12 ചെല്ലുമ്പം നോക്കൂ, സോറി, 20 ഹരിക്കണം 12.4 ആണ് അല്ലെ? 20 ഹരിക്കണം 12.4 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 1.661 ആംബിയർ എന്ന് കിട്ടും. ടോട്ടൽ കറണ്ട് എന്ത് കിട്ടി? 1.61 ആംബിയർ എന്ന് കിട്ടി. അതായത് ഈ 20 വോൾട്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ടോട്ടൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് 1.61 ആംബിയർ ആണ്. പക്ഷെ നമുക്ക് അപ്പോഴും കിട്ടാത്തത് എന്താണ്? ഈ ഐ ഡാഷ് ആണ് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്നുകൂടി വരയ്ക്കാം. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ 20 വോൾട്ട്, ഇവിടെ 10 ഓം ഉണ്ട്, ഇവിടെ 6 ഓം ഉണ്ട്, ഇവിടെ 4 ഓം ഉണ്ട്, അങ്ങനല്ലേ? അതെ. അപ്പം ഐ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടി. എന്താണ്? ഐ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ടോട്ടൽ കറണ്ട് 1.61 ആംബിയർ. അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ കിട്ടി നമുക്ക് 1.61 ആംബിയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഐ ഡാഷ് ആണ്. അതായത് ഈ 6 ഓം റെസിസ്റ്ററിലൂടെ മാത്രം ഈ വോൾട്ടേജ് സോഴ്സ് 20 വോൾട്ടിന്റെ സോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഐ ഡാഷിലൂടെ കടന്നു പോകുന്ന ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം ഐ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട്, ഇത് ഐ ഡാഷ് ആണ്, ഐ ഡാഷ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏത് റെസിസ്റ്ററിലൂടെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ, അതേതാ? 4 ഡിവൈഡഡ് ബൈ പിന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് 6+4. ഇത് ഐ നമുക്കറിയാം 1.61 ആണ്, ഇൻറ്റു 4/6 ഓക്കെ. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഐ ഡാഷ് കിട്ടും. സോൾവ് ചെയ്യുന്ന സമയത്ത് നോട്ടെ, 4/10 0.4 അല്ലേ? 4 ഹരിക്കണം 10 0.4 ഇൻറ്റു 1.61 ഇത്രയും 0.644 0.644 ആംബിയർ എന്ന് കിട്ടും. സോ 20 വോൾട്ട് സപ്ലൈ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.644 ആംബിയർ ആണ് എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ല് നമ്മൾ എന്ത് ചെയ്തു?
20 വോൾട്ട് സപ്ലൈ വെച്ചിട്ടുള്ളത് ചെയ്തു. ഇനി നമ്മൾ 12 വോൾട്ട് സപ്ലൈ വെച്ചിട്ട് ഇതേപോലെ കണ്ടുപിടിക്കണം. അതായത് അതിന്റെ സർക്യൂട്ട് വരുന്നത് എന്ത് വരും? ഈ 10 ഓം റെസിസ്റ്റർ അവിടെ ഉണ്ട്, 4 ഓം ഉണ്ട്, 6 ഓം ഉണ്ട്, ഇവിടെ സപ്ലൈ സോഴ്സ് ഉണ്ട്, ഇവിടെ എത്രയാ? 12 അല്ലേ? 12 വോൾട്ടിന്റെ സപ്ലൈ ആണ് ഇവിടെ ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 12 വോൾട്ടിന്റെ സപ്ലൈ ഇവിടെ നിർത്തണം, ബാക്കി 20 വോൾട്ടിന്റെ സപ്ലൈ ഓഫ് ചെയ്യണം. അപ്പൊ അത് വോൾട്ടേജ് സോഴ്സ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് സർക്യൂട്ട് വഴി ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തു. ഇവിടെ 10 ഓം ഉണ്ട്, ഇവിടെ 6 ഓം ഉണ്ട്, ഇവിടെ 4 ഓം ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പം നമ്മൾ നേരത്തെ ഐ ഡാഷ് കണ്ടുപിടിച്ചു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ഡബിൾ ഡാഷ് ആണ്. അതായത് ഈ 12 വോൾട്ട് സപ്ലൈ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 6 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ടോട്ടൽ 6 ഓമിലൂടെ 2 വോൾട്ടേജ് സോഴ്സും ആക്ട് ചെയ്യുന്ന സമയത്ത് 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വോൾട്ടേജ് സോഴ്സും ഒരു സമയത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് 6 ഓമിലൂടെ കറണ്ട് പോകുന്നത് കണ്ടുപിടിച്ചിട്ട് ശേഷം അത് രണ്ടും ആഡ് ചെയ്യണം വേണ്ടത്. നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഇത് ചെറുതാക്കണം. ഈ സർക്യൂട്ട് നമുക്ക് വീണ്ടും ചെറുതാക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ 10 ഓം റെസിസ്റ്ററും ഈ 6 ഓം റെസിസ്റ്ററും ഇവിടെ പാരലൽ അല്ലേ? അതായത് ഈ 10 ഓം റെസിസ്റ്ററിനും 6 ഓം റെസിസ്റ്ററും ഇവിടെ പാരലൽ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് പാരലൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യണം. അപ്പൊ 2 റെസിസ്റ്റർ പാരലൽ ചെയ്ത് തന്നെ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? ആ 2 റെസിസ്റ്റർ തമ്മിൽ ഗുണിക്കുക. R1 R2 ഡിവൈഡ് ബൈ 2 റെസിസ്റ്റർ തമ്മിൽ കൂട്ടുക. ഇതൊക്കെ നമ്മൾ ഇതിന്റെ റെസിസ്റ്റർ പാരലൽ സീരീസ് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞാണ്. മനസ്സിലാവാത്തവർ വീണ്ടും ദയവേത് ആ ക്ലാസ്സുകൾ ഒന്ന് കണ്ടിട്ട് ഇത് വരിക, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. സോ 10 × 6 60 ഡിവൈഡ് ബൈ 10 + 6 16. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് കിട്ടും? 60 ബൈ 16 3.75 കിട്ടും. 3.75 ഓം കിട്ടും. 3.75 ഓം. സോ ഈ 10 ഓം റെസിസ്റ്ററും 6 ഓം റെസിസ്റ്ററും പാരലൽ ആയിട്ട് വരുന്ന സമയത്ത് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 3.75 ഓം. സോ നമുക്ക് ഇതിന്റെ സർക്യൂട്ടിനെ വീണ്ടും നമുക്കൊന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ആ 10 ഓമിനെ നമുക്ക് 6 ഓമിനെ നമ്മൾ ഒറ്റ റെസിസ്റ്റർ ആക്കി മാറ്റി. ദെൻ വോൾട്ടേജ് സോഴ്സ് അവിടെ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 12 വോൾട്ട്. സോ 4 ഓം റെസിസ്റ്ററും ഇവിടെ 3.75 ഓം റെസിസ്റ്റർ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് എന്താണ്? ഒരൊറ്റ സർക്യൂട്ട് ആണല്ലോ. ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ. സോ ഇതെന്താണ്? സീരീസ് സർക്യൂട്ട് ആണ്. സീരീസ് സർക്യൂട്ടിലെ റെസിസ്റ്ററിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? സീരീസ് സർക്യൂട്ടിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ റെസിസ്റ്ററുകൾ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടൽ 6 കാണാനായിട്ട് 4 + 3.75 ചെയ്താൽ മതി. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് കിട്ടും? 4 + 3.75 എന്ന് പറഞ്ഞാൽ 7.75 ഓം ആണ്. അപ്പൊ ഇവിടുത്തെ എന്ത് കിട്ടി? ഈ ഒരു ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി 7.75 ഓം കിട്ടി. സോ അതിനെ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഒരൊറ്റ റെസിസ്റ്റർ ആക്കി കിട്ടി. പിന്നെ ഇവിടെ വോൾട്ടേജ് സോഴ്സും ഉണ്ട്, 7.75 ഓം. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, ടോട്ടൽ കറണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ടിന്റെ സോഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചൂടെ? ഐ എന്താ? ഐ ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/R ആണ്. V/R എന്ന് പറഞ്ഞാൽ V 12 വോൾട്ട് ആണ്, R എന്ന് പറഞ്ഞാൽ 7.75 ആണ്. സോ 12 ഹരിക്കണം 7.75 എന്ന് പറഞ്ഞാൽ എത്രയാ? കിട്ടുന്ന ആൻസർ 1.54 ആംപിയർ കിട്ടും. 1.54 ആംപിയർ. സോ ടോട്ടൽ കറണ്ട് ഐ നമുക്ക് കിട്ടി എന്ത്? 1.54 ആംപിയർ എന്ന്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ഡാഷ് ആണ്. ഐ ഡബിൾ ഡാഷ് ആണ്. ഐ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട്. എപ്പം? ഈ 12 വോൾട്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, ഐ ഡബിൾ ഡാഷ്. സോ അവിടെ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുന്നു. അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കറണ്ട് ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ 6 + 10 എന്ത് വരും? വരുന്ന സമയത്ത് ഐ നമുക്കറിയാം, ഐ ഡബിൾ ഡാഷ് ഐ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് എത്രയാ? 1.54 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 16. 10/16 എന്ന് പറയുമ്പം
10 ഹരിക്കണം 16 ഇൻറ്റു 1.54 0.96. അപ്പം ഐ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 0.96 ആംബിയർ എന്ന് കിട്ടും. സോ ഓരോ വോൾട്ടേജ് സോഴ്സും സെപ്പറേറ്റ് തനിച്ച് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ആ 6 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിച്ചത്, ഐ ഡാഷും ഐ ഡബിൾ ഡാഷും. ഈ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 0.644 ആംബിയറും. അതുപോലെ ഐ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 0.96 ആംബിയർ. ഇത് പറഞ്ഞാൽ ആദ്യത്തെ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചത്, രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സ് മാത്രം വെച്ച് കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? അതായത് നമ്മൾ മെയിൻ സർക്യൂട്ടിൽ വരുന്ന സമയത്ത് രണ്ട് വോൾട്ടേജ് സോഴ്സും ഒരുപോലെ ആക്ട് ചെയ്യണം. ആ സമയത്തുള്ള ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഐ ഡാഷ് പ്ലസ് ഐ ഡബിൾ ഡാഷ് ചെയ്താൽ മതി. സോ ആൻസർ 0.644 പ്ലസ് 0.96 എന്ന് കിട്ടും. സോ ചെയ്യുന്ന സമയത്ത് നോട്ടെ, പ്ലസ് 0.64. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ ത്രൂ 6 ഓം റെസിസ്റ്റർ എത്ര കിട്ടുക? 1.6 ആംബിയർ എന്ന് കിട്ടും. 1.6 ആംബിയർ ആണ് രണ്ട് വോൾട്ടേജ് സോഴ്സും ആക്ട് ചെയ്യുന്ന സമയത്ത് ആ 6 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ തിയറം വഴി നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. എന്താ പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദി കറണ്ട് ഐ ഫ്ലോയിങ് ത്രൂ ദി 40 ഓം റെസിസ്റ്റർ. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇവിടെ രണ്ട് സോഴ്സുകൾ ഉണ്ട് അല്ലെ? വോൾട്ടേജ് സോഴ്സും ഉണ്ട്, കറണ്ട് സോഴ്സും ഉണ്ട്. സോ നമ്മൾ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഓരോ സോഴ്സുകളും സെപ്പറേറ്റ് തന്നെ ചെയ്യണം. അത് എന്തായാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ പൊസിഷൻ ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് 1 എന്താ? സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സോഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ഒരു സോഴ്സിനെ മാത്രം അവിടെ നിർത്തുവാണ്. സ്റ്റെപ്പ് 1, 20 വോൾട്ട് സോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, സോ ആക്ടിങ് അലോൺ. 20 വോൾട്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒന്ന് നമുക്ക് വരച്ചു നോക്കാം അല്ലെ? ഇവിടെ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ് ആ റെസിസ്റ്റർ ഉണ്ട്, ഈ 20 ഓം റെസിസ്റ്റർ ഉണ്ട്, പിന്നെ 40 ഓം റെസിസ്റ്റർ ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ 40 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ആണ്, ഐ ആണ്. സോ നമ്മളിവിടെ ഐ ഡാഷ് എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് ഈ 20 വോൾട്ടിന്റെ സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 40 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ നമുക്ക് ഐ ഡാഷ് എന്ന് കൊടുക്കാം. ഇവിടെ 15 ഓം, ഇവിടെ 20 ഓം. ഇനി നമുക്കിവിടെ കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സിന് എന്താ ചെയ്യണ്ടേ? നമ്മൾ പറഞ്ഞു അല്ലെ? എങ്ങനെയാ നമ്മൾ ഓഫ് ചെയ്യുന്നത്? രണ്ട് മെത്തേഡാണ്. ഒന്ന് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വഴിയാണ് ഓഫ് ചെയ്യുക. ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിലോ അവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഓപ്പൺ ആക്കി വെക്കണം, അത് അവിടെ റിമൂവ് ചെയ്ത് വെക്കുക. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. നോ കറണ്ട് ഫ്ലോ. സോ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ഓപ്പൺ സർക്യൂട്ട് ആക്കി വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സോൾവ് ചെയ്യുക. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കറണ്ട് ആണ് നമുക്ക് ഈ ഐ ഡാഷ് ആയിട്ട് കിട്ടേണ്ടത്. എങ്ങനെ സോൾവ് ചെയ്യും? ആലോചിച്ച് നോക്കി. നമ്മൾ സീരീസ് പാരലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എന്ത് സർക്യൂട്ട് ആണ്? സീരീസ് ആണോ പാരലൽ ആണോ അല്ലെങ്കിൽ സീരീസ് പാരലിന്റെ കോമ്പിനേഷൻ ആണോ? എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? നോക്കൂ, ഈ ഇത്രയും ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് ഇതിലൂടെ കറണ്ട് പോവോ? ഇല്ല. കാരണം നമുക്ക് ഇത് നമുക്ക് ഈ സർക്യൂട്ടിൽ ബാധകമല്ല. സോ കറണ്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ കടന്ന് ഇവിടെ വന്നു, ഈ റെസിസ്റ്ററിൽ 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 വന്നു, ഇവിടെ വന്നു, തിരിച്ച് എങ്ങനെ വന്നു? തിരിച്ച് സോഴ്സിലെത്തി. അപ്പം ഇതിലൂടെയുള്ള കറണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ, ഒരു സിംഗിൾ പാത്ത് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഇതൊരു സീരീസ് സർക്യൂട്ട് ആണ്. സോ സീരീസ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ നമുക്കറിയാലോ. എങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട്?
ഇപ്പം R1 പ്ലസ് R2 പ്ലസ് R3 ഇതിനെ നമുക്ക് R1 എന്നും ഇതിനെ R2 എന്നും ഇതിനെ R3 എന്നും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് വെച്ചാൽ 15 പ്ലസ് 20 പ്ലസ് 40 എത്ര വരും? 15 20 35 40 75 ഓം എന്ന് വരും. 75 ഓം എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു. എങ്ങനെ? ഇവിടെ സപ്ലൈ ഉണ്ട് പ്ലസ് ഓർ മൈനസ് 20 വോൾട്ട്. ദെൻ ഒരൊറ്റ റെസിസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടി. എത്രയാ? 75 ഓം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 75 ഓം. ഇതിലൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കണം അല്ലെ? എങ്ങനെയാ? I is equal to V by R. V നമുക്കറിയാം എത്രയാ? 20 വോൾട്ട് ഡിവൈഡ് ബൈ 75. സോ I എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 20 ഡിവൈഡ് ബൈ 75. 20 ഡിവൈഡ് ബൈ 75 എന്ന് വെച്ചാൽ 0.266 ആംപിയർ. ടോട്ടൽ കറണ്ട് 0.266 ആംപിയർ കിട്ടി. ഇനി നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് വരുമ്പം ഇതിലൂടെ പോകുന്ന കറണ്ട് 40 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് I ഡാഷ് ആണ്. I ഡാഷ് ആണ്. സോ I ഡാഷ് എത്ര വരും? I ഡാഷ് എത്ര വരും? ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിലൂടെ ത്രൂ ഔട്ട് എല്ലാ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം അല്ലേ? സെയിം ടോട്ടൽ കറണ്ട് തന്നെ ആയിരിക്കില്ല എല്ലാ റെസിസ്റ്ററിലൂടെയും കടന്നു പോവുക സീരീസ് ആയതുകൊണ്ട്. സോ I ഡാഷ് I തന്നെയാണ്. അതായത് 0.266 ആംപിയർ തന്നെയാണ് I ഡാഷ്. അപ്പം I ഡാഷ് നമുക്ക് കിട്ടി 0.266 ആംപിയർ. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ 20 വോൾട്ട് സപ്ലൈ മാത്രം ആക്ട് ചെയ്ത സമയത്ത് ആ 40 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് ആ കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് 40 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാ നമുക്ക് സർക്യൂട്ടിനെ വരയ്ക്കാം? നോക്കാം. സ്റ്റെപ്പ് 2, അതായത് കറണ്ട് സോഴ്സ് ആക്ടിങ് അലോൺ. കറണ്ട് സോഴ്സ് ആക്ടിങ് എലോൺ, ഒരു ഒറ്റയ്ക്ക് കറണ്ട് സോഴ്സ് മാത്രം അവിടെ ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്നുള്ളത് വരയ്ക്കുമ്പം ആ റെസിസ്റ്റർ അവിടെ തന്നെ ഉണ്ട്. 20 ഓം റെസിസ്റ്റർ ഉണ്ട്. കറണ്ട് സോഴ്സ് ഉണ്ട്. 10 ആംപിയർ ആണ്. 10 ആംപിയർ ആണ്. പിന്നെന്താണ്? ബാക്കി ഈ 40 ഓം റെസിസ്റ്റർ ഇതിലൂടെ കടന്നു പോകുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? I ഡബിൾ ഡാഷിന് കൊടുക്കാം. കാരണം രണ്ടാമത്തെ സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളത് I ഡബിൾ ഡാഷിന് കൊടുക്കാം. ഇനി നമ്മൾ 20 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എങ്ങനെ ഓഫ് ചെയ്യുക? വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് മാറും. ഇവിടെ 15 ഓം ഉണ്ട്, ഇവിടെ 20 ഓം ഉണ്ട്, ഇവിടെ 40 ഓം ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 ഓമിലൂടെ പോകുന്ന കറണ്ട് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യണം. ശ്രദ്ധിക്കാം, ഇതൊരു കറണ്ട് സോഴ്സ് ആണ് അല്ലെ? ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ 10 ആംപിയർ കറണ്ട് ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? 10 ആംപിയർ കറണ്ടിനെ ഈ സർക്യൂട്ടിലേക്ക് ഒഴുക്കുന്നത് ആരാണ്? ഈ കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് 10 ആംപിയർ ആണ്. സംശയമുണ്ടോ? ഇത് കറണ്ട് സോഴ്സ് ആണ്, അതായത് 10 ആംപിയർ കറണ്ടിനെ ഈ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യിക്കുക, കടത്തിവിടുക ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 10 ആംപിയർ ആണ്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച്മെന്റ് മാറ്റാം, ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. ജസ്റ്റ് ഈ കറണ്ട് സോഴ്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ആ 15 ഓം റെസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വരച്ചു ജസ്റ്റ്. ഇനി ആ 20 ഓം അവിടെ ഉണ്ട്, 40 ഓം അവിടെ ഉണ്ട്, ഒക്കെ ഇവിടെ ഉണ്ട്. 40 ഓം, ഇവിടെ 20 ഓം, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട I ഡബിൾ ഡാഷ്, ഇവിടെ 15 ഓം, ഇവിടെ 10 ആംപിയർ. അത് ചെയ്തത് വേറെ ഒന്നുമല്ല, നമ്മളെ ഈ പോയിന്റ് അല്ലേ, ഈ രണ്ട് പോയിന്റും പാരലൽ ആയിട്ടല്ലേ ഈ വോൾട്ടേജ് സോഴ്സ് അല്ല കറണ്ട് സോഴ്സുമായിട്ട് പാരലൽ ആയിട്ടല്ലേ ഈ 15 ഓം കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഉള്ളിൽ വന്നാലും പുറത്ത് കണക്ട് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. വേറെ ഈ രണ്ട് പോയിന്റ്
എന്താ ഉള്ളോട്ട് കണക്ട് ചെയ്താലും പുറത്തോട്ട് കണക്ട് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാവാൻ എളുപ്പത്തിന് എന്ത് ചെയ്തു, ഉള്ളോട്ട് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് 20 ഓം, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് 40 ഓം. ഇത് തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? ഇതിലൂടെ പോകുന്ന കറണ്ട് ഒരൊറ്റ പാത്തിലാണ്. 20 ഓമിലൂടെ പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കും ഇതിലൂടെയും പോവാം, 60 ഓമിലൂടെയും പോവാം. അപ്പം ഇത് സീരീസ് കണക്ഷൻ ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ആയിട്ട് എഴുതും. എങ്ങനെ എഴുതും? ആ സർക്യൂട്ടിനെ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. 15 അവിടെ ഉണ്ട്, 20ഉം 40ഉം കൂടി നമ്മൾ ഒരൊറ്റ റെസിസ്റ്റർ ആക്കി എഴുതി. എത്രയാ? ആ ഐ ഡബിൾ ഡാഷ് അവിടെ തന്നെ ഉണ്ട്. കാരണം ഈ ഐ ഡബിൾ ഡാഷ് തന്നെയാണ് ഇത് 20ലൂടെയും കടന്നു പോകുന്നത്, 40ലൂടെയും കടന്നു പോകുന്നത്. അപ്പം 40ഉം 20ഉം എന്ത് ചെയ്യുമ്പോൾ 60 ഓം കിട്ടും. സീരീസ് ആയതുകൊണ്ട് 60 ഓം കിട്ടും. ഇവിടെ 15 ഓം ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ഡബിൾ ഡാഷ്. ഇവിടെ നമുക്ക് 10 ആംപിയർ കറണ്ടും ഉണ്ട്, ടോട്ടൽ കറണ്ട്. അപ്പം ഇതിലൂടെ കടന്നു പോകുന്ന ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ എത്തി, ഇവിടേക്ക് ഒരു കറണ്ട് കടന്നു പോകും, I1 എന്ന് പറഞ്ഞിട്ട് വേണേൽ കൊടുക്കാം. ഇവിടേക്കും ഒരു കറണ്ട് കടന്നു പോകും, I2 എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ഡബിൾ ഡാഷ്. സോ അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവൈഡർ റൂൾ നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. കണ്ടുപിടിക്കേണ്ടത് ഐ ഡബിൾ ഡാഷ്. ഐ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എത്രയാ? ഐ 10 ആംപിയർ. ഈ കറണ്ട് സോഴ്സ് കൊടുക്കുന്ന കറണ്ട് 10 ആംപിയർ. ഐ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 60 ഓം, അതായത് 40 ഓമും 40 ഓമിലൂടെയാണ് പോകുന്നത് നമുക്കറിയാം. പക്ഷെ 40 ഓമിലൂടെ പോകുന്ന സെയിം കറണ്ട് തന്നെയാണ് 20 ഓമിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒരുമിച്ച് അങ്ങ് എഴുതി. എന്താണ് 60 ഓം എന്നുള്ളത്. അപ്പം ഈ 60 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് ഐ ഡബിൾ ഡാഷ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 60 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റിലെ റെസിസ്റ്റർ എന്ന് വെച്ചാൽ 15 ഓം റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ എന്ത് റെസിസ്റ്റൻസ് 60 പ്ലസ് 15. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഐ നമുക്കറിയാം 10 ആണ്. 10 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 15. ഇതിനെ സോൾവ് ചെയ്യുമ്പം ഐ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 60ഉം 15ഉം 75 ആണ് അല്ലെ? 10 ഇൻറ്റു 15 ബൈ 75. ഇനി 75 15 നമുക്ക് വെട്ടാൻ പറ്റുമോ? 75ഉം 15ഉം 15 75 എങ്ങനെ വെട്ടും? ഒരു 15 15 15 50 12 60 13 5 65 14 15 15 5 എത്രയാ? 15 5 75 ആണ്. അപ്പൊ ഒരു 15 15 15 5 75. സോ എന്ത് കിട്ടും? 10/15 എന്ന് വരും. ഈ 10/50 വീണ്ടും നമുക്ക് ചെറുതാക്കാം അല്ലെ? 25 10 35 15 എന്ത് വരും? 2/3 എന്ന് വരും. ഈ 2/3 എത്രയാ? 2/3 എന്ന് പറഞ്ഞാൽ 0.66 ആണ്. 0.66 ആംപിയർ ആണ്. സോ ഐ ഡബിൾ ഡാഷ് എന്ത് കിട്ടി? 0.66 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, 15 ഹരിക്കണം 75. അല്ല, തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു അല്ലെ? എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 15നെ 75 കൊണ്ട് ഹരിക്കുമ്പോൾ 0.2 കിട്ടും. 0.2 ഇൻറ്റു 10 എന്ന് പറയുന്നത് 2. സോറി, ഇത് തെറ്റാണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ക്ഷമിക്കണം. 10 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 75. ഇത് നമുക്ക് വെട്ടി ചെറുതാക്കുന്നതിൽ എനിക്ക് പറ്റിയ തെറ്റാണ്. അതായത് 15നെ 75 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? 15 ഹരിക്കണം 75 0.2 എന്ന് കിട്ടുക. അതായത് 10 ഇൻറ്റു 0.2 എന്ന് കിട്ടും. 0.2. ഈ 0.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ഇൻറ്റു 10. 0.2 ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 ആംപിയർ കിട്ടും. 2 ആംപിയർ കറണ്ട്. സോ കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 40 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന ഐ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ഓം ആണെന്ന്, 2 ഓം കറണ്ട് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് വേണം?
ഐ ഡാഷ് കിട്ടി. എത്ര ഐ ഡാഷ്? 0.266 ആംബിയർ. ഐ ഡാഷ് 0.266 ആംബിയർ. ഇനി ഐ ഡബിൾ ഡാഷ് കിട്ടി എത്രയാണ്? 2 ആംബിയർ. സോ ഇനി നമ്മൾ മെയിൻ സർക്യൂട്ട് എടുക്കാം. മെയിൻ സർക്യൂട്ടിൽ ഈ ഐ ടോട്ടൽ ഐ എന്ന് പറഞ്ഞാൽ രണ്ട് സോഴ്സും ഒരുമിച്ച് ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ഐ ആണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഐ ഈസ് ഈക്വൽ ടു ഐ ഡാഷ് പ്ലസ് ഐ ഡബിൾ ഡാഷ്. സോ ഐ ഡാഷ് എത്രയാ? 0.266 ആണ്. ഇനി ഇവിടെ പ്ലസ് വരുമോ മൈനസ് വരുമോ ഒന്ന് നോക്കിയേ. അതായത് ഈ കറണ്ട് സോഴ്സ് 10 ആംബിയറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് അല്ലെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്ഷൻ താഴോട്ടാണ്. ഈ ഐ ഡബിൾ ഡാഷിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. സോ ഈ കറണ്ട് ഇവിടേക്കും പോകും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ് ഈ കറണ്ട്, നമ്മുടെ സോഴ്സിന്റെ കറണ്ട് വരുന്നത്. സോ ഈ കറണ്ടോ ഓപ്പോസിറ്റ് ആയിരുന്നത്. അപ്പൊ ഇതിന് ഒപ്പോസ് ചെയ്യുന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ? മൈനസ് ഐ ഡബിൾ ഡാഷ് ഇടണം. അപ്പൊ -2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് വന്നാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് എഴുതാം. 2 മൈനസ് 0.266 എന്ന സമയത്ത് 1.734 മൈനസ് 1.734 ആംബിയർ എന്ന് വരും. ഈ മൈനസ് ചിഹ്നം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മാത്രം. ശരിക്കും ഈ കറണ്ട് സോഴ്സ് പോകുന്ന ഡയറക്ഷൻ ആണ് ഇതിന്റെയും ഡയറക്ഷൻ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ വരിക. പക്ഷെ നമ്മൾ കാണാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഡയറക്ഷൻ തിരിഞ്ഞുപോയി. അതായത് അങ്ങനെ ആ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് തന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാൻ കാരണം. അത്രയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആൻസർ വരുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു -1.734 ആംബിയർ എന്ന് കിട്ടും. രണ്ട് സോഴ്സും ഒരുപോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് 40 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് ആണ് -1.734 ആംബിയർ എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ട് വോൾട്ടേജ് സോഴ്സ് വരുന്ന സമയത്തുള്ള പ്രോബ്ലം ചെയ്തു. അതുപോലെ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു കറണ്ട് സോഴ്സും വരുന്ന സമയത്തുള്ള പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സോഴ്സ് അവിടെ വെച്ചിട്ട് മറ്റേത് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കറണ്ട് സോഴ്സ് ആണോ വോൾട്ടേജ് സോഴ്സ് ആണോ നോക്കിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനും അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാനും മാറിപ്പോകരുത്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. സോ ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഇങ്ങനെയാണ്: ഫൈൻഡ് ദി വോൾട്ടേജ് Vx അക്രോസ് ദി 4 ഓം റെസിസ്റ്റർ. ആ 4 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സോ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ പൊസിഷൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളിത് പോസ് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? രണ്ട് സോഴ്സ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് സോഴ്സും രണ്ട് കറണ്ട് സോഴ്സും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആദ്യം ചെയ്യാം? സ്റ്റെപ്പ് 1 നമുക്ക് ആദ്യം വോൾട്ടേജ് സോഴ്സ് മാത്രം വെക്കാം. ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് പോസ് ചെയ്തിട്ട് സ്വന്തം ചെയ്ത് നോക്കണേ. അതിനുശേഷം മാത്രം ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ മതി. സ്വന്തം ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നിങ്ങളെ മനസ്സിലേക്ക് ഇരിക്കും. ഓക്കെ. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് സോഴ്സ് ആക്ടിങ് അലോൺ. വോൾട്ടേജ് സോഴ്സ് ആക്ടിങ് അലോൺ. വോൾട്ടേജ് സോഴ്സ് മാത്രം നമ്മൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിക്ചർ നമുക്കൊന്ന് വരയ്ക്കാം അല്ലെ? സോ ഇവിടെ പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സിന്റെ ഇവിടെ 10 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 8 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 4 ഓം റെസിസ്റ്റർ ഉണ്ട്. ഇത് 10 വോൾട്ട് ആണ് അല്ലെ? 10 വോൾട്ട്. ഇത് 10 ഓം, ഇവിടെ 8 ഓം, അതുപോലെ ഇവിടെ 4 ഓം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഇവിടെ വെച്ചു. നമുക്ക് കറണ്ട് സോഴ്സ് ആണ്, ഇവിടെ കറണ്ട് സോഴ്സ് ആണ് അല്ലെ? ഇത് കറണ്ട് സോഴ്സ് ആണ്, 2 ആംപിയർ തരുന്ന കറണ്ട് സോഴ്സ് ആണ്. സോ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യണം? പറഞ്ഞത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. സോ നമ്മൾ കറണ്ട് സോഴ്സിനെ അവിടെ റിമൂവ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. അവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം എന്ന് വെച്ചാൽ അവിടെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതിലൂടെ നോ കറണ്ട് ഫ്ലോ.
നോ കറണ്ട് ഫ്ലോ, നോ കറണ്ട് ഫ്ലോ. ഓക്കെ, സോ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വോൾട്ടേജ് സോഴ്സിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് കറണ്ട് സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ 4 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യോ? ഇവിടെ ഓപ്പൺ സർക്യൂട്ട് അല്ലേ? ഓപ്പൺ സർക്യൂട്ട് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലല്ലേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. സോ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കറണ്ട് കടന്നു പോകില്ല. നോ കറണ്ട് അല്ലെ? നോ കറണ്ട് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവോ? ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 ഓം റെസിസ്റ്ററിൽ എന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവോ? കാരണം കറണ്ട് കടന്നു പോവാതെ അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലല്ലോ. സോ അവിടുത്തെ ഈ വി എക്സ് ആണ് കണ്ടിരിക്കുന്നത്. വി എക്സ് ഡാഷ് നമുക്ക് പേര് കൊടുക്കാം. വി എക്സ് ഡാഷ് എത്രയാണ്? വി എക്സ് ഡാഷ് 0 ആണെന്ന് കൊടുക്കാം. അതായത് വോൾട്ടേജ് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 ഓം റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 0 ആണ്. കാരണം അവിടെ കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് 0 വോൾട്ടേജ് ആണ്. അത് ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? 2 സോഴ്സ് ഉണ്ട് ഇവിടെ അല്ലെ? ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട്, ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി. എന്നിട്ട് കറണ്ട് സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നേ? കറണ്ട് സോഴ്സിനെ മാത്രം നമ്മൾ നിർത്തി, അല്ല സോറി, വോൾട്ടേജ് സോഴ്സിനെ മാത്രം നിർത്തി നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് ഒരു മിനിറ്റ്, വോൾട്ടേജ് സോഴ്സിനെ മാത്രം നിർത്തി നമ്മൾ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. സോ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ? ഇല്ല, കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഇതിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്, ഈ 4 ഓം റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി എക്സ് ഡാഷിന് കൊടുക്കാം. അത് 0 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ രണ്ടാമത്തെ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ചെയ്യാം. സ്റ്റെപ്പ് 2. എന്താ സ്റ്റെപ്പ് 2 പറഞ്ഞാൽ? കറണ്ട് സോഴ്സ് ആക്ടിങ് അലോൺ. കറണ്ട് സോഴ്സ് ആക്ടിങ് അലോൺ. കറണ്ട് സോഴ്സ് മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പൊ ഒന്ന് നമുക്ക് വരച്ചു നോക്കാം അല്ലെ? റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ റെസിസ്റ്റർ ഉണ്ട്, ഇങ്ങോട്ട് പോയി, ഇവിടേക്ക് പോയി, ഇവിടെ നമ്മളെ കറണ്ട് സോഴ്സ് ഉണ്ട് 2 ആംപിയർ, ഇവിടെ 4 ഓം റെസിസ്റ്റർ, ഇവിടെ 10 ഓം റെസിസ്റ്റർ, ഇവിടെ 8 ഓം റെസിസ്റ്റർ, ഇത് ഇവിടെ വരച്ചു. ഇനി അപ്പം കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സ് നമുക്ക് ഓഫ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മതി. ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? വോൾട്ടേജ് സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഇതൊരു പാരലൽ കോമ്പിനേഷൻ, പാരലൽ സീരീസ് കോമ്പിനേഷൻ ആണ് അല്ലെ? എങ്ങനെയാ വരിക? ഈ 10 ഓം റെസിസ്റ്ററും അതുപോലെ തന്നെ 8 ഓം റെസിസ്റ്ററും തമ്മിൽ എങ്ങനെയാ? പാരലാണ്. 10 ഓം റെസിസ്റ്ററും 8 ഓം റെസിസ്റ്ററും പാരലാണ്. സോ നമുക്കത് സോൾവ് ചെയ്യണം. ഇതിന് ടോട്ടൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഡ്രോപ്പ് ചെയ്യുന്ന വി എക്സ് ഡബിൾ ഡാഷ് ആണ്. ഇവിടെ വി എക്സ് ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വി എക്സ് ഡബിൾ ഡാഷ്. സോ നമുക്ക് ഇതിന് സിംപ്ലിഫൈ ചെയ്യണം. ഈ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ 10 ഓം റെസിസ്റ്ററും ഈ 8 ഓം റെസിസ്റ്ററും പാരലായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അതിനെ നമ്മൾ സോൾവ് ചെയ്യണം. സോ പാരലൽ സോൾവ് ചെയ്യാനായിട്ട് ടോട്ടൽ ആർ, പാരലിന്റെ ആർ പി ഈക്വൽ ടു പാരലിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് 10 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 8. അതായത് R1 R2 ആർ പി രണ്ട് റെസിസ്റ്റർ വരുന്ന സമയത്ത് പാരലൽ കണ്ടുപിടിക്കാനായിട്ട് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് നമ്മൾ പഠിച്ചിരുന്നത്. രണ്ട് റെസിസ്റ്റർ വരുന്ന സമയത്ത്. സോ അതേ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് 18 80 10 8 18 എന്ത് വരും? 80/18. 80/18 വരുന്ന സമയത്ത് നോട്ടെ, 80 ഹരിക്കണം 18, 4.44 ആണ് വരുന്നത് അല്ലെ? 4.44 ഓം എന്ന് കിട്ടും. 10 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 10 പ്ലസ് 8, 80/18, 4.44 എന്ന് കിട്ടും. 80/18 4.4 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ
ഇതിനെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ് ഈ സർക്യൂട്ടിനെ. അപ്പം ഒരു 4 ഓമിന്റെ റെസിസ്റ്റർ അവിടെ ഉണ്ട്. ഇവിടെ ഒരു മറ്റൊരു റെസിസ്റ്റർ നമ്മൾ ഇപ്പൊ പാരലൽ ചെയ്ത് കണ്ടുപിടിച്ചു. അവിടെ കറണ്ട് സോഴ്സ് ഉണ്ട് 2 ആംപിയർ. ഇവിടെ 4 ഓം. ഇവിടെ എന്തുണ്ട് 4.44 ഓം. സോ ഇപ്പൊ ഇത് എന്തായി, ഒരു സീരീസ് സർക്യൂട്ടായി. കാരണം കറണ്ട് അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരൊറ്റ ഡയറക്ഷനിലാണ്, ഒരൊറ്റ പാത്തിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സോ നമുക്ക് ഇതൊരു സീരീസ് ആയിട്ട് പരിഗണിക്കാം. ഇനി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ ഈ 4 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ളത്? നമുക്ക് അടുത്ത ഇതിലേക്ക് വരയ്ക്കാം അല്ലെ. ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ ഒരു 2 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ഉണ്ട്. ഇവിടെ 4 ഓം ഉണ്ട്. ഇവിടെ 4.44 ഓം ഉണ്ട്. സോ ഇതിന്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. കാരണം ഇതിന്റെ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്. സോ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സീരീസ് സർക്യൂട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനെ അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. സോ ഈ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V is equal to I into R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വി എക്സ് ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ കറണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, 2 ആംപിയർ ആണ് ഇതിലൂടെ ഒഴുകുന്നത് അല്ലെ. അപ്പം വി എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു 6. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 6 ഏതാ, ഇവിടുത്തെ 4 ഓം റെസിസ്റ്റർ 4. എന്ത് കിട്ടും, വി എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, 4 ഇൻറ്റു 2 8 വോൾട്ട്. 8 വോൾട്ട് ആണ് എന്ത്, വി എക്സ് ഡബിൾ ഡാഷ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ വി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വി എക്സ് അതായത് വി എക്സ് ഡാഷ് പ്ലസ് വി എക്സ് ഡബിൾ ഡാഷ്. ഈ വി എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജ് ആണ്. വോൾട്ടേജ് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ഇതിന്റെ ഡ്രോപ്പ് ആണ്. അത് നമുക്ക് 0 ആണ് കിട്ടി. കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല, 0 ആണെന്ന് കിട്ടി. അപ്പൊ അതെന്ത് എഴുതും, വി എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ്, ഇനി വി എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ വി എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത്, കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 ഓം റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര കിട്ടി നമുക്ക്, 8 വോൾട്ട് കിട്ടി, 8. സോ ടോട്ടൽ വി എക്സ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 0 8 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ അതിൽ കണ്ടുപിടിക്കുക. അപ്പം എല്ലാം ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണത് വരുന്നത്, സീരീസ് പാരലൽ വരുമ്പോൾ എങ്ങനെയാണത് കോമ്പിനേഷൻ മാറ്റുന്നത്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നമ്മൾ ബേസിക് ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവാത്തവർ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പൊ നമുക്കിത് മനസ്സിലാക്കിയെടുക്കുക, ഈ ഒരു തിയറം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ മോഡ്യൂളിലെ അടുത്ത ഭാഗമാണ് തെവെനിൻസ് തിയറം. അപ്പോൾ തെവെനിൻ തിയറം നമുക്ക് എന്താണുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.